കൺഗ്രാജുലേഷൻ ഡിയർ ചിൽഡ്രൻ, +2 10th, പിന്നെ അതുപോലെ എല്ലാ സ്ട്രീംസിലും CBSE, സ്റ്റേറ്റ്, ICSE എല്ലാത്തിൻ്റെയും ഇങ്ങനെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ A+, ഇങ്ങനെ വെച്ചാണ് കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ആർക്കും ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാളെന്ന് പറയുന്ന അയാളുടെ ജീവിതം അയാൾ എന്തെല്ലാം ആയി മാറുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ 10ലും 12ലും ഒക്കെ കിട്ടിയ മാർക്ക് ഇതൊന്നും അല്ല പിന്നീട് ആൾ ഈ ലോകത്ത് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തായി മാറുമെന്ന് തീരുമാനിക്കുന്നത്. ഇതിന് ഒരു ചെറിയൊരു റോളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഒരു വലിയ റോള് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ അത് മാത്രമാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ A+, ഇപ്പോൾ ഞാൻ തന്നെ പഠിപ്പിച്ച ചില കുട്ടികളൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ A+ കിട്ടും എന്ന് വിചാരിച്ച് ചിലപ്പോൾ A ഗ്രേഡ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ വളരെ മുമ്പിലുള്ള ഒരു കാഴ്ചയല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ഇഷ്ടംപോലെ കോളേജുകൾ, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അഡ്മിഷൻ കിട്ടും. അപ്പോൾ ആ ഒരു രീതി നിലനിൽക്കെ നിങ്ങളുടെ ഈ ഒരു ഉത്കണ്ഠയും ഈ ഒരു വിഷമവും ഒക്കെ വെറുതെയാണ്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഓരോന്ന് റിപ്പീറ്റ് ചെയ്യാം, പിന്നെ അടുത്ത കൊല്ലം വീണ്ടും എഴുതാം എൻട്രൻസുകളൊക്കെ. അപ്പോൾ അതെല്ലാം അങ്ങനെ എല്ലാ സാധ്യതകളും നിലനിൽക്കെ നിങ്ങൾ ഒരിക്കലും ഈ കുട്ടികൾ ഒരിക്കലും എനിക്ക് അത് കിട്ടിയില്ല, എനിക്കൊരു A കിട്ടിയില്ല, അല്ലെങ്കിൽ A+ കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം Aയും A+ഉം കിട്ടാത്തവരായിരിക്കും ചിലപ്പോൾ ഈ ലോകത്ത് വളരെ എന്താ പറയുക വളരെ മഹാന്മാരായിട്ട് തീരുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഇതിലൊന്നും നമ്മൾ തളരാതെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമുക്ക് കിട്ടിയ ഒരു മാർക്ക് അല്ല നമ്മുടെ ജീവിതം വേറെ, മാർക്ക് വേറെ. ചിലപ്പോൾ ആ ജീവിതത്തെ ഈ മാർക്ക് സഹായിച്ചിട്ട് നമുക്ക് ഒരു നല്ല കോഴ്സ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നുണ്ടാവും. പക്ഷെ അതിന് നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇടറാതെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ പരിശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് നല്ല ഒരു മാർക്കൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. ഇപ്പോൾ നമ്മൾ മഹാന്മാരൊക്കെ അവരുടെയൊക്കെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അവരൊക്കെ ഒരുപാട് തവണ പല കാര്യങ്ങളിലും തോൽവിയും അതുപോലെ പരിഹാസവും എല്ലാം അനുഭവിച്ചിട്ടാണ് അവരെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാലം ഉണ്ടായ അല്ലെങ്കിൽ ഒരുപാട് കാലം 10-30 വർഷത്തോളം കുട്ടികളുടെ കൂടെയൊക്കെ നിന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂനതയാണ് നമ്മൾ മനസ്സുകളെ അല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ ഭൗതികമായിട്ട് കാണുന്ന ഈ ശരീരത്തെയാണ് നമ്മുടെ സ്കൂളുകളിൽ ഇന്നും കൈകാര്യം ചെയ്യുന്നത്. അതായത് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാണുന്നത് ആ കുട്ടിയുടെ ആ ഫിസിക്കൽ നേച്ചർ മാത്രമാണ്. പക്ഷേ ആ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സാണ് ഏറ്റവും പ്രധാനമെന്ന് അറിയാത്തൊരു വിദ്യാഭ്യാസമാണ് നമുക്ക് എന്താ പറയുക ഒരു ഖേദകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇത്രയും നമ്മുടെ സംസ്കാരം ഇത്രയും മുന്നിട്ട് നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ സമ്പന്നമായ ഒരു സംസ്കാരമാണ് നമുക്ക് ഉള്ളത്. ഈ സംസ്കാരത്തിൻ്റെ മഹിമ എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യ മനസ്സുകളെയാണ് അത് എന്താ പറയുക ഉയർത്താനും അല്ലാതെ ശ്രേഷ്ഠമാക്കാനും മനുഷ്യ മനസ്സിൻ്റെ കഴിവുകളെ അത് കണ്ടെത്താനും ശ്രമിക്കുന്ന ഒരു സംസ്കാരമാണ് ശരിക്കും നമ്മുടെ സംസ്കാരം. പക്ഷെ അതിൻ്റെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ചെറിയ പങ്ക് പോലും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ലല്ലോ. കാരണം അവർ ഒരു തുച്ഛമായിട്ടുള്ള ചില മാർക്കുകൾ ഇങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയും വിലപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ +2 ടീച്ചറായിട്ട് ഇപ്പോൾ ഞാൻ 4 വർഷമായിട്ട് റിട്ടയർ ചെയ്തിട്ട്
+2 കെമിസ്ട്രി ടീച്ചറായിട്ട് ചിന്മയ സ്കൂളിൽ നിന്ന്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇങ്ങനെ റിസൾട്ട്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ പാരൻസൊക്കെ വരും. ഈ പാരൻസ് നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും, പക്ഷെ ആ കുട്ടി കിട്ടിയ മാർക്കിനെ കുറിച്ച് ആ പാരൻ്റ് ഒന്നും പറയില്ല. പക്ഷെ അവൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എവിടെയെങ്കിലും ഒരു ഒരു എക്ക് പകരം ഒരു ബി ആയി, അല്ലെങ്കിൽ ഒരു A+ന് പകരം ഒരു B+ ആയി എന്ന് പറഞ്ഞാൽ തന്നെ ആ പാരൻറ്റിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ കാരണം അവർ മറ്റുള്ള ആളുകളുടെ ഇടയിൽ പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ എൻ്റെ കുട്ടി എന്താണ് നേടിയത്, എൻ്റെ കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് അവൻ നേടേണ്ടത് നേടിയോ എന്നൊക്കെ ഒന്നും നമ്മുടെ ആരും നോക്കുന്നില്ല. പക്ഷെ ഇത് വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ് നമ്മുടെ ഈ ഒരു സമൂഹം ഇന്ന് നേരിടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ആത്മബലവും മനോബലവും അതുപോലെ അവർക്ക് അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയണം. അതിന് തക്കതായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ സംസ്കാരത്തിലുണ്ട്. ആ സംസ്കാരം പകർന്നു നൽകാത്തതാണ് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്കായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഒരു ചിന്മയ മിഷനിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ടീച്ചർ തന്നെയാണ് ഞാൻ. അപ്പോൾ അപ്പോഴും എനിക്ക് അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് പലരും എന്നോട് പറയാൻ, ടീച്ചർ പിന്നെ കെമിസ്ട്രി മാത്രം പഠിപ്പിച്ചാൽ പോരെയെന്ന് എന്നോട് ചോദിച്ച കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അധ്യാപകന്മാർ, ഇത് കേൾക്കുന്ന ടീച്ചേഴ്സായിട്ടുള്ളവർ ഏത് സ്കൂളിലാണെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് ഒരു പാവകളല്ല. അവർ നമ്മുടെ ക്ലാസ് മുറികളിലിരിക്കുന്ന പാവകളല്ല. അവരെ കാണുമ്പോൾ അവരുടെ മനസ്സാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ മനസ്സ് നമ്മൾ കുറച്ചായിട്ട് ആ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാനും ആ മനസ്സിലൂടെ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും നമ്മുടെ വീടുകളിൽ അച്ഛനമ്മമാരോടുള്ള ബഹുമാനവും നമ്മുടെ സഹോദരങ്ങളോടുള്ള അവരുടെ സ്നേഹവും ഇതൊക്കെ നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരു പൂർണ്ണത ലഭിക്കുള്ളൂ. പക്ഷെ ഇന്ന് എന്താ പറയുക, സമൂഹത്തിൻ്റെ ഒരു വൈകൃതാവസ്ഥ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന കേരളത്തിലാണ്. പക്ഷെ അത് എന്തുകൊണ്ടോ ഒരു വലിയ ഒരു റോള് വിദ്യാഭ്യാസത്തിനുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്, നിങ്ങൾ അച്ഛനമ്മമാരെ എല്ലാം അധ്യാപകരുടെ മേലെ എല്ലാം അവർ ചെയ്തില്ല അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായിട്ട് തന്നെ ഗൈഡ് ചെയ്യുക. അവർക്ക് വേണ്ടത് അത് പുറത്തുനിന്ന് കിട്ടിയോ കിട്ടിയില്ലയോ അതാ നമ്മൾ നോക്കേണ്ട കാര്യം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അറിവ്, നമ്മുടെ ഭാരത സംസ്കാരം എന്താണ്, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം. രാജ്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ കേൾക്കുന്നവർ രാജ്യം എന്ന് പറയുന്നത് രാജ്യസ്നേഹമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ പറയും. കാരണം ഒരു സന്തുഷ്ടമായ ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സുരക്ഷിതമായ ഒരു രാജ്യത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം കൊണ്ട് നടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ എന്നും യുദ്ധവും, ഇപ്പോൾ നമ്മൾ തന്നെ യുക്രൈനിലൊക്കെ നമ്മൾ കണ്ടു, എന്നും യുദ്ധവും റഷ്യയിലും അവിടെയൊക്കെ എപ്പോഴും ഈ യുദ്ധഭീഷണികൾ നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ എന്ത് ഒരു സമാധാനത്തിലാണ് അവിടുത്തെ പൗരന്മാർ, അവരെങ്ങനെയാണ് സമാധാനത്തിൽ ജീവിക്കുക? പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവും? അവരെങ്ങനെ നന്നായിട്ട് പഠിക്കും? അപ്പോൾ നമ്മൾ ഗാസയിലും ഒക്കെ നമ്മൾ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലസ്തീനിലും ഗാസയിലും ഇതൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ രാജ്യം, അതിൻ്റെ മഹത്വം എന്ന് പറയുന്ന അതിൻ്റെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ്, അതിൻ്റെ ശ്രേഷ്ഠമായ സംസ്കാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്രയും നമുക്ക് തുണയാണ് നമ്മുടെ രാജ്യം. കാരണം ആ ഒരു അറിവ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളിൽ ബഹുമാനം ഉണ്ടാവും നിങ്ങളോട്. അവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും.
അപ്പോൾ നമുക്കൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് രാജ്യസ്നേഹം അല്ലെങ്കിൽ കുടുംബത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ സഹോദരങ്ങളോടുള്ള സ്നേഹം സ്വയം സ്നേഹിക്കാൻ പോലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മളാകെ ചെയ്യുന്നത് നമ്മൾ നല്ല സ്കൂളിൽ ചേർത്തുന്നു, പിന്നെ കുറേ ഫീസ് കൊടുക്കുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്യൂഷൻസിനൊക്കെ വിടുന്നു. പക്ഷേ അത് മാത്രമല്ല വിദ്യാഭ്യാസം. അപ്പം പാരൻസിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ആശംസകൾ. തളരാതെ മുന്നോട്ട് പോവുക. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ വൺസ് അഗെയിൻ.